കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടന്നുപോകുന്നത്. അതിൽ നിന്നും പാകിസ്ഥാനെ കരകയറ്റുന്നതിന് വേണ്ട ധനസഹായവുമായി UAE-യും സൗദി അറേബ്യയും നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. പാകിസ്ഥാന്റെ ഖനന മേഖലയിലും പൊതുസ്ഥാപനങ്ങളിലും ഗണ്യമായ നിക്ഷേപങ്ങളാണ് ഇരു രാജ്യങ്ങളും നടത്തിയിട്ടുള്ളത്. കൂടാതെ പല പ്രത്യേക വായ്പകളും ഇവർ പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ രാജ്യങ്ങൾ പാകിസ്ഥാനിലേക്കാണ് നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ളതെങ്കിൽ പാകിസ്ഥാന് തങ്ങളുടെ രാജ്യത്ത് നിക്ഷേപം നടത്താനുള്ള അവസരം നൽകുകയാണ് ഒമാൻ. എണ്ണ സമ്പന്നമായ തങ്ങളുടെ രാജ്യത്ത് നിക്ഷേപം നടത്താനാണ് പാകിസ്ഥാൻ വ്യാപാരികളെ ഒമാൻ ക്ഷണിച്ചിരിക്കുന്നത്. ഒമാന്റെ കോൺസൽ ജനറൽ സാമി അബ്ദുള്ള സലിം അൽ ഖഞ്ചാരിയാണ് ബിസിനസ് സമൂഹത്തിന് ഗണ്യമായ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സമൃദ്ധമായ നിക്ഷേപ അവസരങ്ങളെപ്പറ്റി ഊന്നി പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ കെമിക്കൽസ് ആൻഡ് ഡൈസ് മർച്ചന്റ്സ് അസോസിയേഷൻ ചെയർമാൻ സലിം വാലി മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇത്തരമൊരു പദ്ധതിയെപ്പറ്റി അദ്ദേഹം പറഞ്ഞത്. പെട്രോ കെമിക്കൽസ് പോലുള്ള മേഖലകളിൽ സാധ്യതയുള്ള സംരംഭങ്ങളെക്കുറിച്ച് അൽ ഖഞ്ചാരി എടുത്തു പറഞ്ഞു. ഇത്തരം സംയുക്ത സംരംഭങ്ങളിലൂടെയും ബിസിനസ് ഇടപാടുകളിലൂടെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഒമാൻ വ്യവസായത്തിലെയും മറ്റു മേഖലകളിലെയും അവസരങ്ങൾ പര്യവേക്ഷണം ചെയ്യാനാണ് കോൺസൽ ജനറൽ പാകിസ്ഥാൻ വ്യാപാരികളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഒമാൻ കോൺസുലേറ്റ് അത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഉറപ്പു നൽകിയ അദ്ദേഹം ഒമാനി വ്യാപാരികളുമായി ബിസിനസ് ടു ബിസിനസ് മീറ്റിംഗുകൾക്കായി പാകിസ്ഥാൻ കെമിക്കൽസ് ആൻഡ് ഡൈസ് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രതിനിധി സംഘത്തെ ഒമാനിലേക്ക് ക്ഷണിച്ചു. പാകിസ്ഥാൻ കെമിക്കൽസ് ആൻഡ് ഡൈസ് മർച്ചന്റ് അസോസിയേഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലായിരിക്കും വിസ സൗകര്യങ്ങൾ നൽകുകയെന്നാണ് അൽ ഖഞ്ചാരി പ്രഖ്യാപിച്ചത്. എന്തായാലും ഒമാൻ സന്ദർശിക്കുന്നതിനായി പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തെ ക്ഷണിച്ചത് പാകിസ്ഥാൻ കെമിക്കൽസ് ആൻഡ് ഡൈസ് മർച്ചന്റ്സ് അസോസിയേഷന്റെ ചെയർമാൻ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഒമാനിൽ നിന്ന് വ്യാവസായിക അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് സലിം വാലി മുഹമ്മദ് വിശദീകരിച്ചു. ഇത്തരം കൈമാറ്റങ്ങൾ പരസ്പര വ്യാപാരം വർദ്ധിപ്പിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഒമാനും പാകിസ്ഥാനും തമ്മിലുള്ള സഹകരണം ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരം പദ്ധതികളിലൂടെ ശക്തമായ സാമ്പത്തിക ബന്ധം വളർത്തിയെടുക്കാൻ തന്നെയാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം. ഇരു രാജ്യങ്ങളും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനും പരമ്പരാഗത മേഖലകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ശ്രമിക്കുന്ന സമയത്താണ് വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഈ പുതിയ പദ്ധതിയുമായി ഒമാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിനു പുറമെ വളർന്നുവരുന്ന വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് യാത്ര സുഗമമാക്കുന്നതിലൂടെ വ്യാപാര വിനിമയങ്ങളും വ്യക്തിഗത ബന്ധങ്ങളും വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നേരിട്ടുള്ള വ്യോമബന്ധം സ്ഥാപിക്കുന്നതിലൂടെ യാത്രാ സമയവും ചെലവും ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. ഇതിലൂടെ വ്യാപാരികൾക്കും നിക്ഷേപകർക്കും അവരുടെ വ്യാപാരം എളുപ്പമാകും. വിദേശ നിക്ഷേപം ആകർഷിക്കാനും സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുന്നതിനുമായുള്ള ഒമാന്റെ വിഷൻ 2040 പദ്ധതിയുടെ ഭാഗമായാണ് ഈ സംരംഭവും എന്നുറപ്പിക്കാം. പാകിസ്ഥാൻ വ്യാപാരികൾക്ക് വാതിലുകൾ തുറക്കുന്നതിലൂടെ ഒമാൻ ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുക മാത്രമല്ല, സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും കാര്യമായ സംഭാവനകൾ നൽകുന്നുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരു രക്ഷാ പാക്കേജിനായി പാകിസ്ഥാൻ അന്താരാഷ്ട്ര നാണയ നിധിയെ വരെ സഹായത്തിനായി ആശ്രയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞുവരുന്ന കരുതൽ ശേഖരം ശക്തിപ്പെടുത്തുന്നതിന് സൗഹൃദ രാജ്യങ്ങളിൽ നിന്ന് സഹായവും അഭ്യർത്ഥിച്ചിരുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ അടിയന്തര വായ്പയ്ക്കായി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടുമായി പാകിസ്ഥാൻ സജീവമായ ചർച്ചകളും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാൽ ഉലയുന്ന പാകിസ്ഥാന് ഒമാൻ മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരമൊരു സഹകരണം ഏറെ നിർണായകമാണെന്ന് തന്നെ പറയാം.